അർജുൻ കല്യാൺ മന്ത്രിയും മേയറും ഒക്കെ വന്നു കഴിഞ്ഞു. അങ്ങനെ പുലി ആവേശത്തിലേക്ക് നമ്മൾ ഫ്ലാഗ് ഓഫിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. അവിടെ എന്താ ഇപ്പോൾ പാട്ടുരായ്ക്കൽ വഴിയാണല്ലോ അർജുൻ പോയത്. പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലിക്കളി ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുകയാണ്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും നിരനിരയായി വരിവരിയായി നിൽക്കുന്ന പുലികളെയാണ് കാണുന്നത്. ഇത് പുലികൾക്ക് നടുവിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന മറ്റൊരു വനിതാ പുലിയെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ ആവേശകരമായ പുലിക്കളിയാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശം ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരുപാട് പേർ ഇപ്പോൾ ഇവിടെ ഈ പുലിക്കളി കാണുന്നതിന് വേണ്ടി ചുറ്റും കൂടി നിന്ന കാഴ്ച, അതായത് ഏകദേശം ഒരു തൃശ്ശൂർ പൂരത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വഴിയരികിൽ അതുപോലെ തന്നെ ഈ സ്വരാജ് ഗ്രൗണ്ടിന്റെ 4 ഭാഗങ്ങളിലും പുലികൾ നിരന്നു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പുലികൾ നിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്താ വലിയ ആവേശമാണല്ലേ? ആവേശമാണ്. ആദ്യമായിട്ടാണോ? രണ്ടാമത്തോടെ ചൂട് കൂടുതലാണ്. അടിപൊളിയാണ്, സൂപ്പർ. പുലി എന്തായാലും വേട്ട പൂർത്തിയാക്കിയേ മടങ്ങും. സുജിയ, നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് പുലികളുടെ ചുവടുകൾ മാറുകയാണ്, താളം മുറുകുകയാണ്. എങ്ങനെയുണ്ട് പുലിക്കളി? അടിച്ചു പൊളിക്കല് ഞങ്ങള്, പിന്നെ നിങ്ങൾ അവിടെ പറഞ്ഞോളൂ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി കഴിയും ഈ പുലിക്കളി കാണുന്നതിന് വേണ്ടി തന്നെ ഒരുപാട് പേർ ഈ വഴിയരികിലൊക്കെ നിൽക്കുകയാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ വഴിയരികിലെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇപ്പോൾ ചുവട് മാറുകയാണ്. നേരത്തെ ഉണ്ടായതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായ രീതിയിൽ ചുവടുകൾ മാറുകയാണ്. കാരണം ഇപ്പോൾ ഇടവഴികളിൽ നിന്നും ഈ പുലി ചുവടുകൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആവേശവും അതുപോലെ തന്നെ ചുവടുകളുടെ രീതിയും ഒക്കെ മാറുകയും ചെയ്യും. നമുക്ക് ഇവിടെ പുലിക്കളി കാണാൻ എത്തിയിട്ടുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാവുന്നതാണ്. ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഇതാ നോക്കൂ, പ്രായമായവർ മുതൽ കുഞ്ഞുകുട്ടികൾ വരെ അങ്ങനെ ഒരുപാട് പേർ ഈ പുലിക്കളി ആവേശത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുഞ്ഞുകുട്ടികളൊക്കെ പുലിക്കളി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എവിടുന്നാ? തമിഴ്നാട്ടിൽ. എല്ലാ വർഷവും വരാറുണ്ടോ? ഈ വർഷം മാത്രം. ഈ വർഷം വന്നാൽ എങ്ങനെയാ പുലിക്കളിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്ന? കാണാൻ വേണ്ടി വന്നു. എങ്ങനെയുണ്ട് പുലിക്കളി? നല്ലായിട്ടുണ്ട്. തൃശ്ശൂരിന്റെ പുലിക്കളി സൂപ്പർ. അടിപൊളി. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ. തമിഴ്നാട്ടിൽ நல்லா ഉണ്ട്. ചെന്നൈയിലുണ്ട്. ഫസ്റ്റ് ടൈം. സൂപ്പർ. നോക്കൂ, ഇത് പല ദിക്കിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. എവിടുന്നാ? തൃശ്ശൂർ. നിങ്ങൾക്ക് പുലിക്കളി ഒരു ആവേശം. ഹലോ, തൃശ്ശൂർ പാലക്കാട്. അടിപൊളിയാണ്. പാലക്കാട് കുടുംബമായിട്ട് വന്നു. ആദ്യമായിട്ട്? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് പുലിക്കളി ആദ്യം നേരിട്ട് കാണുമ്പോൾ? അടിപൊളിയാണ്. അതെ, തൃശ്ശൂർ തന്നെ. ഇത്തവണത്തെ പുലിക്കളി നന്നായിട്ട് ട്രൈക്കിൽ മാത്രമേ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. ബാക്കി ആൾക്കാർ വരുന്നുള്ളൂ. ഇച്ചിരി കൂടുതലുണ്ടല്ലേ? ചൂടുണ്ട്. നല്ല ചൂടാ. ആവേശമാണ്. കുഴപ്പമില്ല സാറാ. പുലിക്കളി കാണാൻ വന്നതാ. ആദ്യമായിട്ട് ഇടക്ക് വരലുണ്ട്. ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് വരാം. നന്നായിട്ട്. അങ്ങനെ ആവേശം കൂടുതലാണോ കുറവാണോ? പുലികൾ, പ്രായമായ പുലി, പെൺപുലി, അങ്ങനെ പലതരത്തിലാണ് വെറൈറ്റി പുലികളൊക്കെ. വർഷമായോ പുലിക്കളി? ആദ്യമായിട്ട് കാണുന്നതാണോ? ഇത്തവണത്തെ പുലി എങ്ങനെയുണ്ട്? നന്നായി. സുജി, അതായത് ഓരോ തരത്തിലാണ് ഓരോ ആൾക്കാരുടെ പ്രതികരണം. പാലക്കാട്, മലപ്പുറം, പൊന്നാനി, അങ്ങനെ പലയിടങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആവേശം കൂടുകയാണ്. എന്റെ കൂടെ 2 ഗഡികൾ നല്ല പൊളപ്പലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോ ഇവര് കയ്യിലൊരു ഇതെന്താണ്, ഭൂതമാണോ? പുലി ഭൂതം തമ്മിൽ എന്താ വ്യത്യാസം, എന്താ ബന്ധം? എനിക്ക് ആഗ്രഹമുണ്ട്. അവന്റെ ഭൂതത്തിനെ കൊണ്ട് ഞാൻ സാധിപ്പിച്ചു ഈ പുലിക്കളി കാണാൻ വേണ്ടിട്ട്. എന്താഗ്രഹമാണ് സാധിച്ചു തരും. ഒരു പുലി വരട്ടെ. ഇതിലോട്ടാ പുലി വരട്ടെ.